മക്കളെ 96 പേരോട് മത്സരിക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ ഒരു വലിയ അവസരം 2026 കാത്തിരിക്കുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന ആ വലിയ മനുഷ്യൻ നിൽക്കുകയാണ്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് 6ഓളം നോട്ടിഫിക്കേഷൻസ് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള, ഇനി അടുത്ത നോട്ടിഫിക്കേഷനിൽ പോലും ഇത്രയും വേക്കൻസികൾ അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. അതായത് മക്കളെ ഇപ്പോൾ വന്നിരിക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അവസരമാണ്. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ യൂണിവേഴ്സിറ്റി എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBCID. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? 2026 വരാനുള്ള ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. സബ് ഇൻസ്പെക്ടർ വീണ്ടും വന്നാലേ, അതായത് ഈ വർഷം ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഇനി പഠിക്കാം, ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ പഠിക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ മക്കളെ ഈ വർഷം നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നേക്കുന്ന, നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്രമാത്രം വലിയൊരു അവസരമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 നോക്കുകയാണെങ്കിൽ 3,95,000 ആൾക്കാരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 4,000 വേക്കൻസി ഉണ്ട്. അതായത് ഗ്രേഡ് 1 ഗ്രേഡ് 2 ചേർത്ത് 4,000 വേക്കൻസി ഉണ്ട്. അതായത് 3,95,000 പേര് അപ്ലൈ ചെയ്തു, 4,000 വേക്കൻസി ഉണ്ട്. അതായത് അപ്ലൈ ചെയ്യുന്ന ഏതാണ്ട് 96 ഒരാൾക്ക് ജോലി അല്ലെങ്കിൽ 97 ജോലി, അങ്ങനെയാണ് നിങ്ങളുടെ സാധ്യത വരുന്നത്. അവിടെ തന്നെ അപ്ലൈ ചെയ്തവരിൽ എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ അപ്ലൈ ചെയ്തവരിൽ എത്ര പേര് പരീക്ഷ എഴുതും? കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പരിശോധിച്ചാൽ വെറും 2.5 ലക്ഷം പേര് മാത്രമാണ് പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോയിട്ടുള്ളത്. 2.5 ലക്ഷം പേര്, അതായത് 1.5 ലക്ഷം പേര് ആ പരീക്ഷ എഴുതിയിട്ടില്ല. അതായത് നിങ്ങളുടെ സാധ്യത വീണ്ടും കൂടും. ഒരു പക്ഷേ 50-ൽ ഒരാളിലേക്കോ അല്ലെങ്കിൽ 40-ൽ ഒരാളിലേക്കോ ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള അവസരം എത്തുകയാണ്. അത്രയും വലിയ മാത്രം മത്സരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ പുതിയ ബാച്ച്, ഞങ്ങളുടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ഫെബ്രുവരി 2-ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട എന്തൊക്കെയാണ് ആ ബാച്ചിനകത്ത് വരാൻ പോകുന്നതെന്ന്. അപ്പൊ ഒന്നാമതായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ബാച്ചിന്റെ പേര് തന്നെ സൂപ്പർ മെന്റർ ബാച്ച് എന്നാണ്. ഓക്കെ, അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ബാച്ചിന് വേണ്ടി മാത്രം ഒരു മെന്റർ അതിനകത്ത് കാണും. മാത്രമല്ല അവർ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. അടിപൊളി മോട്ടിവേഷൻ സെഷൻസ് തരും, അടിപൊളി മെന്റർഷിപ്പ് സെഷൻസ് തരും. പിന്നെ അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് വീക്ക്ലി ഫയർ മോട്ടിവേഷൻ സെഷൻസ് ബൈ അമൽ സർ ആൻഡ് ജോബിൻ സർ. അതായത് എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ ലക്ഷ്യം, എന്തുകൊണ്ട് നമ്മളിങ്ങനെ മെന്റർഷിപ്പ് സെഷനും മോട്ടിവേഷൻ സെഷനൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ റീസൺ ഒന്നേ ഉള്ളൂ. അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് തീയായിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് കേൾക്കാം. നിങ്ങളും ഒരുപാട് സ്ഥലത്ത് പഠിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ മനസ്സിനകത്ത് ആദ്യം ജോയിൻ ചെയ്ത സമയത്തുള്ള ആ ഫയർ ഇപ്പോഴുണ്ടോ? അതേപോലെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? എനിക്കറിയാം ഉത്തരം ഇല്ല എന്നാണ്. യെസ്, അത് നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം വരരുത്. കാര്യം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെ 500 കുട്ടികളായിരുന്നു. അതായത് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയം 500 കുട്ടികളായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അതിനകത്ത് 170+ റിസൾട്ട് ഞങ്ങൾ തൂക്കിയായിരുന്നു. ഓക്കെ, അപ്പോ അത് ഞങ്ങളുടെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ആവേശമുണ്ടോ, എത്ര ഫയർ ഉണ്ടോ, അത് അങ്ങറ്റം വരെ നമുക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, പഠിപ്പിച്ചു കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൂടാതെ തന്നെ 400+ അവേഴ്സിന്റെ ക്ലാസ്സുകൾ, അതായത് ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ്. പലയിടത്തും ക്ലാസ്സുകളൊക്കെ തരുമ്പോൾ കഥയൊക്കെ പറഞ്ഞ് 1 മണിക്കൂറിന്റെ ക്ലാസ് ആണെങ്കിൽ അതൊരു 1/2 മണിക്കൂറിലേക്കോ 3/4 മണിക്കൂറിലേക്കോ ചുരുങ്ങും. പക്ഷെ ഇവിടെ 1 മണിക്കൂറിന്റെ ക്ലാസ് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് 1 മണിക്കൂറും കണ്ടന്റ് ആയിരിക്കും. നിങ്ങളുടെ ഓരോ മിനിറ്റിനെയും ഞങ്ങൾ കൃത്യമായി വിലയോടുകൂടി കാണുന്നുണ്ട്. നിങ്ങളിടുന്ന ഓരോ ടൈമും അത് വളരെ വിലപ്പെട്ടതാണ്. ആ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഓരോ ഫാക്കൽറ്റിയും കൃത്യമായ ക്ലാസ്സുകൾ അത് 1 മിനിറ്റ് പോലും വിടാതെ എന്ത് ചെയ്യും, അവരിലേക്ക് കൃത്യമായിട്ട് എത്തിയിരിക്കും. തീർച്ചയായിട്ടും. അതായത് പല സ്ഥലത്തും സംഭവിക്കുന്നതിനാണ് 1 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ അതിനകത്ത് 15 മിനിറ്റോ 20 മിനിറ്റോ മാത്രമേ ക്ലാസ് ആകത്തുള്ളൂ. ബാക്കിയുള്ള സംസാരമായി ബാക്കിയുള്ള. അപ്പൊ സൂപ്പർ നോട്ട്സിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ മോട്ടിവേഷൻ സെഷനിലും മെന്റർഷിപ്പ് സെഷനിലും ഞങ്ങൾ കഥ പറയും, ബാക്കി എല്ലാം പറയും, നിങ്ങൾ പറയും, ബാക്കി എല്ലാം സംസാരിക്കും. പക്ഷെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ 1 മണിക്കൂറിന്റെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അത് മാത്രമായിരിക്കും എക്സ്ട്രാ വരുന്ന ഒരു സാധനം. ബാക്കി ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കണ്ടന്റ് മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ 1 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂറും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അതുകൂടാതെ തന്നെ ഏറ്റവും മികച്ച മറ്റൊരു സംഗതിയാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്. കാരണം ആദ്യം ഇവർ നേരിടാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷയാണ്. പ്രിലിംസ് പലരും 100 മാർക്ക് അടിക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്താണ്, ക്വാളിഫയിങ് നേച്ചറിലുള്ള പരീക്ഷയാണ് പ്രിലിംസ്. എങ്ങനെയാണ് പ്രിലിംസിനെ ക്രാക്ക് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. ക്രാക്ക് ചെയ്യേണ്ട സ്ട്രാറ്റജി അത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ പരമാവധി ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൂടി നമ്മൾ അവർക്ക് കൊടുക്കും. അതാണ്, അതായത് 60+ അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് സൂപ്പർ നോട്ട്സ് മാത്രം ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ റീസൺ ഇത്രയേ ഉള്ളൂ. മക്കളെ, നിങ്ങളൊരു യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട്, ആയുധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയത്തില്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ
പോകുമ്പോൾ പൂർണ്ണ സജ്ജരായിട്ട് പോവുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ഫുൾ ടെസ്റ്റ് എങ്കിലും അറ്റൻഡ് ചെയ്ത കോൺഫിഡൻസോട് കൂടിയാണ് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോകാനായിട്ട്. അത് ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്. മാത്രമല്ല ടെസ്റ്റ് പാക്ക് നമ്മൾ ഈ ബാച്ചിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് ഹൈ എൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്. അതായത് ഇവിടുത്തെ സ്റ്റഡി ഐക്കോണിക് ആയിട്ടുള്ള നോട്ട്സ് അതാണ്. അതായത് ഒരു നോട്ട് ഇവിടെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? പലരും നിങ്ങൾ പല സ്ഥലത്തും പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോട്ട് സ്ലൈഡ് തന്നെ, അതായത് അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിച്ച സ്ലൈഡ് തന്നെ എടുത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. എടാ മക്കളെ, അതല്ല. എങ്ങനെയാണ് ഒരു നോട്ട് ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്താൽ ആ ക്ലാസ് നമ്മുടെ റിസർച്ചിലുള്ള ടീം കണ്ട് ആ ക്ലാസ് കണ്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യും. ആ നോട്ട് അത് A4 സൈസിലുള്ള നോട്ടാണ്, വെറുതെ സ്ലൈഡ് അല്ല. A4 സൈസിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പാകത്തുള്ള നോട്ടാണ്. ആ നോട്ട് 2 or 3 പേരിലൂടെ കടന്നുപോയി റിസർച്ച് ഹെഡിന്റെ അടുത്ത് വന്ന് ഫൈനൽ കറക്ഷനും കഴിഞ്ഞ് അപ്രൂവൽ കിട്ടിയ നോട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരിക. അതായത് എത്ര പേരിലൂടെയാണ് ആ നോട്ട് കടന്നു പോകുന്നതെന്ന് അറിയാമോ? അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പവർഫുൾ നോട്ട്. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അത്രയും ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ആ കാര്യങ്ങളോട് പറയുന്നത്. അല്ല, നമ്മൾ എന്തുകൊണ്ട് ഇത് ഭയങ്കര എഫേർട്ടാണ്. ഇത് ബാക്കി എന്തുകൊണ്ട് ആരും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിൽ വലിയൊരു എഫേർട്ട് വേണം. ഓക്കെ, പലരും അതിനെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടി 1 മണിക്കൂറിന്റെ ഒരു ക്ലാസ് കണ്ട് നോട്ട് എഴുതി എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അവന്റെ ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ അവിടെ പോക്കാണ്. അതായത് 1 മണിക്കൂറിന്റെ ക്ലാസ് നോട്ട് എഴുതണമെങ്കിൽ 3 മണിക്കൂർ നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഒരു ദിവസം എത്രത്തോളം പഠിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ പ്രിപ്പറേഷൻ നടക്കത്തില്ല, കുറെ നോട്ട് എഴുതി നടക്കും, ബാക്കിയെല്ലാം നടക്കും. പക്ഷെ അവന് പഠിക്കാൻ സമയം കിട്ടത്തില്ല. സോ കാലം മാറി. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനും പറയും, നമ്മുടെ കൈ കൊണ്ട് എഴുതിയ നോട്ട് തന്നെ പഠിക്കണം. പക്ഷെ അങ്ങനെയല്ല. കാലം മാറും തോറും സമയത്തിനെല്ലാം വിലയുണ്ട്. പ്രത്യേകിച്ച് ഒരാൾ ഓൺലൈൻ ബാച്ച് ഒക്കെ ചൂസ് ചെയ്യണമെങ്കിൽ അയാളുടെ സമയം വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ കുറെ ജോലികൾ കാണും, വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ ഉള്ള സമയം, പഠിക്കാനുള്ള മൊത്തം സമയം, നിങ്ങൾ 5 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കുന്നെങ്കിൽ ഈ 5 മണിക്കൂർ നമുക്ക് പൂർണ്ണമായിട്ടും പ്രിപ്പറേഷന് വേണ്ടി മാത്രം നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് കൊടുത്ത് നമ്മൾ നോട്ട് പ്രിപ്പയർ. അതുകൂടാതെ തന്നെ ആ നോട്ടിന്റെ അവസാനം ഞങ്ങൾ ഈ പറഞ്ഞ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും ഇനി വരാൻ പോകുന്ന മോക്ക് എക്സാമും കൂടാതെ വീണ്ടും ഒരു 10 ചോദ്യം കൂടി ഓരോ നോട്ടിന്റെയും അവസാനം കാണും, പ്രാക്ടീസ് ചെയ്യാനായിട്ട് കാണും. അത്രയും ചോദ്യങ്ങൾ, നിങ്ങൾ സൂപ്പർ നോട്ട്സിലേക്ക് വന്നാൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് പോലും എണ്ണാൻ പറ്റില്ല. അത്രയും ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. ഓക്കെ, നമ്മുടെ നോട്ട്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ ഫ്രീ നോട്ട്സ് ഇഷ്ടം പോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു നോട്ട് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടാണ്, എത്രത്തോളം എഫേർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ നോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അതുകൂടാതെ കൃത്യമായിട്ടുള്ള ടാർഗറ്റഡ് എക്സാംസ്, അതായത് ഈ ഓരോ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ കവർ ചെയ്തുകൊണ്ടുള്ള ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട്. ഓരോ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കൂടാതെ വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, മന്ത്ലി എക്സാംസ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്കുള്ള അസസ്മെന്റ് എക്സാമുകൾ ഉണ്ടാവും. അങ്ങനെ നിരന്തരമായിട്ടുള്ള എക്സാമുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. യെസ്, തീർച്ചയായിട്ടും. ഇതൊരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, ഗ്രേഡ് 2, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു കോമൺ ബാച്ച് ആണിത്. അപ്പൊ ഇതിനകത്ത് തന്നെ എല്ലാത്തിന്റെയും സ്പെഷ്യൽ ടോപ്പിക് ആണ്. മെയിൻസ് വരെ അല്ലെങ്കിൽ ഇന്റർവ്യൂ വരെയുള്ള ഗൈഡൻസ് നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കും. അല്ലെ, നമ്മളിപ്പോ 18-19 ഇയറിൽ നമ്മളിപ്പോ സെക്രട്ടറി അസിസ്റ്റന്റ് വേണ്ടി ഇന്റർവ്യൂ ഗൈഡൻസ് നമ്മൾ കൊടുത്തിട്ടേ ഉള്ളൂ. 26-ാം തീയതി വരാൻ പോകുന്നു. അപ്പൊ 170 കുട്ടികളാണ് സൂപ്പർ നോട്ട്സിലുള്ളത്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ സൂപ്പർ നോട്ട്സിന്റെ പിള്ളേരായിരിക്കും മൊത്തം കത്തിച്ച് നിൽക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അത് കൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, ഒരു ടെസ്റ്റ് പാക്ക് കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്ത് ആടി വരും. അതായത് 1499 രൂപ വില വരുന്ന ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ബാച്ചിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിൽ ഉണ്ടാവും. ആ ടെസ്റ്റ് പാക്കിനകത്തിൽ 15ഓളം ഫുൾ ലെങ്ത് എക്സാമുകൾ കാണും. അത് ഓരോ ഡേറ്റ് അനുസരിച്ച് അവരെന്ന് ചെയ്യണമെന്നുള്ളത് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ചെയ്യും. 25ഓളം സെക്ഷണൽ എക്സാമുകൾ കാണും, 10 ഫുൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് കാണും, അതേപോലെ തന്നെ 10 ഇംഗ്ലീഷ് മലയാളം കാണും, 3 PYQ കാണും, 3 കറണ്ട് അഫയർ കാണും. അങ്ങനെ 3300 ചോദ്യങ്ങൾ, ഒന്നും രണ്ടോ അല്ല, ഇതൊന്നും കൂടാതെ 3300 എക്സ്ട്രാ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യാൻ പോവാണ്. യെസ്, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വേറൊന്നുമില്ല, ഫെബ്രുവരി 2 വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട. അതായത് സൂപ്പർ നോട്ട്സിന്റെ ഒരു ബാച്ച് വളരെ പെട്ടെന്നാണ് ഫില്ല് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ച് വളരെ പെട്ടെന്ന് ക്ലോസ് ആയി. അതിന് മുമ്പുള്ള സ്കോഡ് ബാച്ച് വളരെ പെട്ടെന്ന് ക്ലോസ് ആയി. സോ ആദ്യത്തെ 280 പേർക്ക് മാത്രമേ ഈ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ 8281223366 ആ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സീറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോടാം. ഈ അവസരം മിസ്സാക്കണ്ട. എല്ലാ ദിവസവും ഒരു 5 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ കൂടെ കൂടിക്കോ. 2027 നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. അപ്പോൾ ഫെബ്രുവരി 2 നമുക്ക് ക്ലാസ്സിൽ കാണാൻ മക്കളെ.